ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജിക്സർ SF-ൻ്റെ ABS മോഡലാണ്. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജിക്സർ SF-നെ കുറിച്ച് ഒരു പുതിയ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നാണ് സത്യം പറഞ്ഞാൽ വണ്ടി കൈ കിട്ടിയത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തേക്കാൻ ഓർത്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റിലെ മറ്റ് വണ്ടികളെയാണ് നമുക്ക് നോക്കാം. TVS Apache RTR 160 4 valve, Honda CB Hornet 160R, ബജാജ് പൾസർ NS 160, ഹീറോ എക്സ്ട്രീം സ്പോർട്സ്, പിന്നെ നമ്മുടെ യമഹ FC, ഈ പറഞ്ഞ വണ്ടികളൊക്കെയാണ് ഈ സെഗ്മെൻറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 154.9cc സിംഗിൾ സിലിണ്ടർ 4-stroke 2 valve SOHC എഞ്ചിനാണ്. SOHC എന്താണെന്ന് അറിയത്തില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിൻ്റെ ഫ്യൂൽ എക്കണമിയെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 48.5 ലിറ്ററാണ്. ഏകദേശം ഒരു 45 to 50 റേഞ്ചിൽ നമുക്ക് ഫ്യൂൽ എക്കണോമി ഇതിന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 ലിറ്റേഴ്സാണ്. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടിയുടെ ഒരു ഓവറോൾ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് കുറച്ച് ഷോർട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വണ്ടിയുടെ ഓവറോൾ ഒരു അപ്പിയറൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ അത്യാവശ്യം നല്ല ലുക്കൊക്കെയാണ് വണ്ടി. പിന്നെ മീറ്റർ കൺസോളൊക്കെ ഫുള്ളി ഡിജിറ്റലാണ്. ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഹാലജൻ തന്നെയാണ്, പക്ഷേ ടെയിൽ ലൈറ്റ് LED ആണ്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ഉള്ള പോലെ തന്നെ ABS കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ചാനൽ ABS ആണ് ഇതിന് വരുന്നത്. ഇവരുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഈ വണ്ടിയിൽ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത് വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ്. ഫ്രണ്ട് സൈഡിലെ ടയർ സൈസ് 180 പിന്നെ റിയർ സൈഡിലെ ടയർ സൈസ് 140/60 ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ കൺട്രോളബിലിറ്റി എങ്ങനെയാണ്, പിന്നെ ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് സംസാരിക്കാം. ഒരു നോർമൽ ഒരു 150cc വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഇതിനും കണ്ടുമാനം വെയിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഓടിച്ചുകൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിലും നല്ല സുഖമാണ്. അപ്പം അതിലായിട്ട് കൺട്രോൾ ചെയ്തൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ അത്യാവശ്യം അപ്രൈറ്റ് ആണ്. സോ കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഇനി നമുക്കൊരു U-ടേൺ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും വണ്ടി അത്യാവശ്യം നന്നായിട്ട് വളഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സീറ്റ് വരുന്നത് സിംഗിൾ സീറ്റാണ്. അപ്പം സ്പ്ലിറ്റ് സീറ്റ് അല്ലാത്തതുകൊണ്ട് കുറച്ച് കംഫർട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പില്ലിയൻ പുറകിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ലോങ് റൈഡൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും പിന്നെ സീറ്റിൻ്റെ കുഷനിങ്ങും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേന് ഇനിഷ്യലി നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് പവറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 14.5 bhp ആണ്. അപ്പം അത്യാവശ്യം ഇനിഷ്യലൊക്കെ ഉണ്ട്. ഇപ്പോൾ 155cc സെഗ്മെൻറ്റ് വരുമ്പോഴത്തേനും അതിന് നല്ലൊരു പിക്കപ്പും അത്യാവശ്യം നല്ലൊരു പവറും ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി സൈഡിലൊന്ന് ഒതുക്കിയിട്ട് ഒന്നെടുത്ത് നോക്കാം. ഇപ്പം സൈഡിൽ ഒതുക്കിയപ്പോഴത്തേയാണ് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിന് ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പം ABS നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി ഫസ്റ്റ് നിന്ന് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ടോർക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 150cc ബൈക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു പവറൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സൗണ്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു വലിയ പ്രശ്നമായിട്ടല്ല, പക്ഷേ കുറച്ചൊരു സ്മൂത്ത് ആവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലച്ച് അത്യാവശ്യം ലൈറ്റാണ്, ഭയങ്കര ഹാർഡൊന്നുമല്ല. അപ്പം നമുക്ക് ഈ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കൈക്കൊന്നും ഭയങ്കരമായിട്ട് വേദനയും സ്ട്രെസ്സൊന്നും ഇല്ലാതെ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ക്ലച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വന്നിരിക്കുന്നത്. ഇതിന് 140 സെക്കൻഡ് ടയേഴ്സ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം കടത്തേക്ക് എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്തിരി സ്പീഡിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വണ്ടിയിൽ കാര്യമായിട്ടുള്ള വൈബ്രേഷൻസ് ഒന്നുമില്ല. മിററാണെങ്കിലും ഹാൻഡിൽ ബാറിലാണെന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ കാണുന്ന അത്ര വൈബ്രേഷനൊക്കെ ഉള്ളൂ, അല്ലാതെ ഒരുപാട് കണ്ടമാനം വൈബ്രേഷൻ ഒന്നും ഇല്ല ഇതിന്. പിന്നെ ഇതിനൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയത് ഇപ്പം അത്യാവശ്യം ഒരു കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡൗൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരുപാട്. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഇപ്പോൾ 5th പോകുന്നുണ്ടെങ്കിൽ ആ 5th തന്നെ ഇപ്പോൾ കുറച്ചുകൂടി കൈ കൊടുക്കുമ്പോഴത്തേനും വണ്ടി നന്നായിട്ട് കയറി പോകുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ആക്സലറേറ്റ് ചെയ്ത് നോക്കാം, വണ്ടി എങ്ങനെ സ്പീഡ് കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇതിൻ്റെ സ്വിച്ച് കേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്.
പിന്നെ മീറ്റർ കൺസോൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. ഇതിനകത്ത് RPM മീറ്റർ, സ്പീഡോമീറ്റർ, പിന്നെ ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ട്രിപ്പ് എ ട്രിപ്പ് ബി ഉണ്ട്. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഫ്യൂൽ ഗേജ്, ടേൺ സിഗ്നൽ ഇൻഡിക്കേഷൻ ലെഫ്റ്റും റൈറ്റും രണ്ടായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ RPM ലൈറ്റ്, ന്യൂട്രൽ ലൈറ്റ്, ഹൈ ബീം ഇൻഡിക്കേഷൻ, പിന്നെ ഒരു ABS ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വണ്ടിയെക്കുറിച്ച് പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇപ്പം ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഈ വീഡിയോ ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.